രഞ്ജി ചേട്ടാ, എന്താ മോനെ? വളകളാണോ? വളകളാണ്, ഓപ്പൺ ബാംഗിൾസ് ആണ്. 18 കാരറ്റ് ഗോൾഡ്, റോസ് ഗോൾഡ്, റോഡിയം പ്ലേറ്റഡ് ബാംഗിൾസ് ആണ്. നമുക്കിപ്പോൾ ഈ ബാംഗിൾ നമ്മളൊരു 10-15 വർഷം മുമ്പ് ഇമ്പോർട്ടഡ് ബാംഗിൾസ് ചെയ്യുമ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആയിരുന്നു നമ്മുടെ നിന്ന് പർച്ചേസ് ചെയ്യാറ്. പക്ഷേ ഇപ്പോൾ ആൻറ്റി ടാർണിഷ് ബാങ്കുകളുടെയും 18 കാരറ്റ് ജുവലറികളുടെ ഒരു അതിപ്രസരം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ വരികയും കേരളത്തിലുള്ള ഒരുപാട് പേർക്ക് ഇത് ഇഷ്ടമാവുന്നതിനനുസരിച്ച് നമുക്ക് ഇതിന് നല്ലൊരു സെയിൽ കിട്ടി. നമ്മൾ ആദ്യം ചെയ്തിരുന്ന ഡിസൈൻസ് ഇതുപോലത്തെ ഡിസൈൻസ് ആയിരുന്നു. അതിന് നമ്മൾ കൊറിയന്നായിരുന്നു അന്ന് ഇമ്പോർട്ട് ചെയ്തിരുന്നത്. പിന്നെ അതിനുശേഷം നമുക്കിത് പല മാർക്കറ്റിലും ഈ പ്രൊഡക്റ്റിന്റെ അവൈലബിലിറ്റി വന്നു. അന്ന് നമ്മുടെ കയ്യിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോ പ്ലേറ്റിംഗിൽ തന്നെയായിരുന്നു നമ്മൾ അന്നും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇലക്ട്രോ പ്ലേറ്റിംഗ് വഴി ഗോൾഡ് ഫോം ചെയ്തിട്ടുള്ള വരുന്നത്. 18 കാരറ്റ് ഗോൾഡിന്റെ സെറ്റിലായിട്ടുള്ള കളറായ കാരണമാണ് എല്ലാവർക്കും ഈ ബാംഗിൾ ഇഷ്ടമാവുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കാസിയോടൊക്കെ വിൻറ്റേജ് വാച്ചൊക്കെ വന്നപ്പോൾ, അതുപോലെ തന്നെ ഇപ്പോൾ കാർട്ടിയർ അതുപോലത്തെ ഒരുപാട് കമ്പനികളുടെ വാച്ചിൻ്റെ ഒപ്പം പെയർ ചെയ്യാനായിട്ടുള്ള ബാംഗിൾസിൻ്റെ ഓപ്ഷൻസ് വന്നപ്പോൾ നമ്മുടെ നാട്ടിലും ആ ഒരു ട്രെൻഡ് വരികയും അതനുസരിച്ച് ഒരുപാട് പേർക്ക് ഈ ബാംഗിൾ ഇഷ്ടമാവുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ വീതിയുള്ള ബാംഗിൾസ് ആൾക്കാർ ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബാംഗിൾ പോലെ നമുക്ക് ഇടാൻ സാധിക്കും. പിന്നെ ഈ തിൻ ബാംഗിൾസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏത് ഡ്രസ്സിൻ്റെ ഒപ്പം ഇട്ട് പോകാൻ പറ്റും, ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ഈ ഡിസൈനൊക്കെ നമ്മൾ കഴിഞ്ഞൊരു 8-9 വർഷമായിട്ട് ഒരുപാട് പീസ് വിറ്റിട്ടുള്ള ഒരു ഡിസൈനാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ എനിക്കിഷ്ടമുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഡ്രസ്സിൻ്റെ ഒപ്പം ഇടാനും സാധിക്കും. നമ്മൾ സാധാരണക്കാരനെ ഒരു 22 കാരറ്റ് സ്വർണ്ണത്തിൻ്റെ ഒരു മഞ്ഞിച്ച കളറല്ല, പകരം ഭയങ്കര സട്ടിലായിട്ടുള്ള കളറാണ്. ഇൻ്റർനാഷണലി ഉള്ള പല ഡിസൈൻസും നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. പിന്നെ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സിനും നമുക്കിത് കൊടുക്കാനായിട്ട് സാധിച്ചു.